ഐഫോണിനെ മികച്ച കോമ്പറ്റീറ്റർ എത്തിക്കഴിഞ്ഞു. അത് ഒരു തികച്ചും സർപ്രൈസായി ആയിരുന്നു അവരുടെ ആ ഒരു വരവ്. മറ്റാരും തന്നെയല്ല, ജയൻ്റായ ഗൂഗിൾ പിക്സൽ 10 ആണ്. അവരുടെ ഫോണാണ് ഇന്ന് ഐഫോണിനെ കോമ്പറ്റ് ചെയ്ത് മുമ്പിലെത്തിയിരിക്കുന്നത്. ഗൂഗിൾ പിക്സൽ എങ്ങനെ ഐഫോണിനേക്കാൾ മുമ്പിലെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നും തന്നെയല്ല, അവരുടെ ടെക്നോളജി, AI ടെക്നോളജി, അഡ്വാൻസ് ടെക്നോളജി പ്രവർത്തിക്കുന്ന സവിശേഷതകൾ അവർ ഫോണിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇതുവഴി അവർക്ക് മാജിക് ക്യൂ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി അവരതിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഇത് സംഭാഷണങ്ങൾ നടക്കുമ്പോൾ ഫോണിൽ വല്ല മെസ്സേജ് വരികയോ അല്ലെങ്കിൽ ജിമെയിൽ വരികയോ അല്ലെങ്കിൽ കലണ്ടറിൽ നോക്കണമോ എന്ന് വീട്ടിലെ ലേറ്റസ്റ്റ് എന്തൊക്കെ നിങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പം അതിലിടക്കൂടെ വന്നു, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോട് നമ്മൾ പോയി ആപ്പ് തുറക്കാതെ തന്നെ ഈ മാജിക് ക്യൂ എന്ന ടെക്നോളജി ഇത് തുറന്ന് നമ്മളെ കാട്ടും. ഇതാണ് ഒരു പ്രത്യേകതരമായ ഒരു സോഫ്റ്റ്വെയർ. ഇത് ഐഫോണിനെക്കാട്ടും മികച്ച ഫോണായി മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു. പിന്നെ അതിനുള്ള വേറൊരു ടെക്നോളജിയാണ് ക്യാമറ കോച്ച്. ഇത് ജെമിനി AI ടെക്നോളജി, അതായത് ജെമിനി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നമ്മളെ കംപ്ലീറ്റ് പരിപൂർണമായി ഗൈഡ് ചെയ്യും. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഈ ക്യാമറയിൽ കൂടെ ഈ ഗൂഗിൾ പിക്സൽ 10 ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക്, ഇത് ലൈറ്റിങ്, ഇതിൻ്റെ സൗണ്ട്, ഇത് വിഷ്വൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അവർ ഈ ജെമിനി വഴി കൈമാറും. പിന്നെ വേറൊരു അഡ്വാൻസ് ടെക്നോളജി എന്ന് വെച്ചാൽ വോയിസ് ട്രാൻസ്ലേഷൻ. അതായത് നിങ്ങൾക്ക് ഇന്റർനാഷണലിൽ ഏത് ലാംഗ്വേജും ഈ ഗൂഗിൾ പിക്സൽ ഫോൺ ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന അതേ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്ത് ഓൺ ദ സ്പോട്ട് അത് ട്രാൻസ്ലേഷനാക്കി മാറ്റിത്തരും. ആ ട്രാൻസ്ലേഷൻ നമ്മൾ വീണ്ടും പോയി അത് കട്ട് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്ഷൻ ലേ എന്ന ഒരു സൂപ്പർ ലേ എന്ന് പറഞ്ഞ ഒരു സംഭവം അത് ലേ ചെയ്ത് നിങ്ങൾക്കത് വായിക്കാനും പറ്റും എന്തായിരിക്കും. പിന്നെ ഇതിൻ്റെ പിക്സൽ 10 Proയിൽ വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു വർഷത്തേക്ക് ഈ സൂം അസിസ്റ്റ് ചെയ്യും അവരെ. അതായത് ടെൻസർ G5 എന്ന് പറഞ്ഞ ചിപ്സ് ഉണ്ട്. ഈ ചിപ്പാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ചിപ്പ് ഉപയോഗിക്കുമ്പോൾ ജെമിനി AIൻ്റെ എല്ലാ ബെനിഫിറ്റും അവർക്ക് ഒരു കൊല്ലം ഫ്രീ ആയിട്ട് ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പം കിട്ടും. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഈ പ്ലാൻ ചാർജ് ചെയ്യാതിരിക്കാം. എല്ലാം കൊണ്ട് തന്നെ അവർ മുമ്പിലെത്തിക്കഴിഞ്ഞു. ഓൾറെഡി എഹെഡാണ് ഐഫോണിനെക്കാട്ടും. മാത്രമല്ല ഈ എല്ലാവിധ എക്സ്പേർട്ടീസും ഇതിനെക്കുറിച്ച് ഈ ഫോൺ ഉപയോഗിച്ച് ഇതിൻ്റെ ടെക്നോളജി അവരെ സമ്മതിച്ചു. ഇത് ഈ ഇൻഡസ്ട്രിയിലെ ഒരു വേർഡിക്റ്റ് തന്നെ ഇതിനെപ്പറ്റി പുറത്തു വന്നു. പിക്സൽ i10 ഫോൺ എത്തിക്കഴിഞ്ഞു. പിക്സൽ 10 എത്തിക്കഴിഞ്ഞു. ഐഫോൺ നമ്പർ 2 ആയി കഴിഞ്ഞു എന്നാണ് പൊതുവെ പറയുന്നത്. അതേപോലെ തന്നെ പ്രിന്റ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും അവരെ പുകഴ്ത്തി. കാരണം അത് വളരെ പ്രൂവായിട്ടുള്ള ഒരു ടെക്നോളജി അവർ അതിൽ യൂസ് ചെയ്തു. അത് അവരെ കമ്പയർ ചെയ്തു. രണ്ട് ഫോണും കൂടി ലൈവായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിന് റേറ്റിംഗ് കൊടുത്തു. ആ റേറ്റിംഗിൽ 6 എണ്ണത്തിൽ 5 എണ്ണം പിക്സൽ i10 ആണ്. ഗൂഗിൾ പിക്സൽ 10 ആണ് മുമ്പിൽ നിൽക്കുന്നത്. എല്ലാം കൊണ്ട് തന്നെ ഐഫോൺ 2ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ വിറ്റുവരവിൽ പഴയ ഒരു റെക്കോർഡുള്ളത് കൊണ്ട് ആ വിറ്റുവരവനുസരിച്ചിട്ട് അവർക്ക് ഏകദേശം 9 കോടിയുടെ വിറ്റുവരവാണ് ഗൂഗിളിൽ ഉള്ളത്. അതേ സമയത്ത് ഈ Q2024 Q2 വരെ 2024 ആപ്പിളിന് 33.9 ബില്യൺ ആണ്. മറ്റേത് 9 ബില്യണേ ഉള്ളൂ ഗൂഗിളിൽ. ഒരുപക്ഷെ അവർ അത് 2-3 വർഷത്തിനുള്ളിൽ അവർ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഐഫോണും നല്ലൊരു കോമ്പറ്റീഷൻ തിരിച്ചു കൊടുക്കുമായിരിക്കാം. ഏതായാലും ഗൂഗിൾ പിക്സൽ 10 കൺഗ്രാജുലേഷൻസ്. സൈനിങ് ഓഫ് ഹർഷജിത്ത്.